സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. കേസ് നാളെ പരിഗണിക്കും. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കാൻ കാരണം. ഇന്നലെ തെളിവെടുപ്പിനായി ഷിംജിതയെ ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അതേസമയം ദീപകിന്റെ അമ്മ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകി. പ്രതി ഷിംജിതയ്ക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിൽ നൽകിയ പരാതി സഹയാത്രികരുടെ മൊഴിയെടുക്കണമെന്നും ആവശ്യമുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനീഷ്, വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തെളിവെടുപ്പ് അടക്കം നടത്തിയിട്ടുണ്ട്. സഹയാത്രികരുടെ മൊഴി ശേഖരിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ഏറ്റവും പുതിയ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഇന്നാണ് സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിച്ചത് വീണ്ടും. എന്നാൽ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് കേസ് നാളെ പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങുകയും അതേ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് നൽകുകയും ചെയ്തത്. തുടർന്ന് ഇന്നലെ വൈകുന്നേരം കസ്റ്റഡി സമയം പൂർത്തിയാക്കി തിരിച്ച് വീണ്ടും റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. വാദമുഖങ്ങളിലെല്ലാം തന്നെ അവർ ഉന്നയിച്ചത് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം ദീപകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോഴുണ്ടായ ഒരു പ്രതികരണത്തിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. താനൊരു പൊതു ഇടത്തിലല്ല, പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങൾക്കടക്കം നൽകുന്ന രീതിയിലല്ല ഇത് പോസ്റ്റ് ചെയ്തത്, തന്റെ ഒരു സ്വകാര്യ ഇടത്തിലാണത് പോസ്റ്റ് ചെയ്തതെന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ ദീപകിന്റെ അഭിഭാഷകനും ഒപ്പം പ്രോസിക്യൂഷനും ശക്തമായി ഈ ജാമ്യ ഹർജിയെ എതിർക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഇപ്പോൾ ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാവും സമൂഹത്തിന് നൽകുക എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഒപ്പം ഈ നിയമപരമായ കാര്യങ്ങളിലൊക്കെ അറിവുള്ള ഒരു ആൾ കൂടിയാണ് ഷിംജിത. അതുകൊണ്ട് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഒരു സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുമ്പോൾ അത് ഏത് തരത്തിൽ പരാതിക്കാരനെ ബാധിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് ഇതിനൊരു ഒഴിവൊഴിവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ ഉണ്ടാവുമെന്ന് ഷിംജിത കരുതിയില്ലെന്ന് കണക്കാക്കാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. മാധ്യമം എന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ പരിധിയിൽ വരുന്ന ഇടമാണ്. പരാതിക്കാരിയുടെ സ്വകാര്യ പേജിൽ അത് പങ്കുവച്ചാൽ പോലും അത് ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം എത്തിപ്പെടും. അവർക്ക് ലൈക്കിനും ഷെയറിനും കമന്റിനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഇത് ആളുകളിലേക്ക് കൈമാറിയത്. ഏതാണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷത്തിലധികം ആളുകൾ ഇവരുടെ വീഡിയോ കണ്ടു എന്നും പ്രോസിക്യൂഷനോടൊപ്പം ദീപകിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പോലീസ് റിപ്പോർട്ട് തേടുകയും പോലീസ് റിപ്പോർട്ട് നാളെ സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിനുശേഷം ചോദ്യം ചെയ്ത കാര്യങ്ങൾ, ഒപ്പം തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോൺ പരിശോധനയുടെ വിശദാംശങ്ങൾ ഇവയെല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് ക്രോഡീകരിച്ച് നാളെ പോലീസ് റിപ്പോർട്ട് കോടതിയിലെത്തും. ആ പോലീസ് റിപ്പോർട്ടിൽ വാദം കേട്ട ശേഷമാവും ഷിംജിതയ്ക്ക് ജാമ്യം നൽകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുക. എന്തായാലും അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ ദീപകിന്റെ കുടുംബം വീണ്ടും പോലീസിനെ സമീപിച്ചു. അതാണ് ഈ ദീപകിന്റെ അമ്മ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അനീഷ്. പ്രതിക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകിയ സഹയാത്രികയുടെ മൊഴിയെടുക്കണമെന്ന് ആണ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് കേസിന് കുറച്ചുകൂടി ബലം നൽകുന്ന ഒന്നാണ്. സഹയാത്രികരൊക്കെ ഇത്തരമൊരു പ്രവൃത്തി, ഈ ഷിംജിത ആരോപിക്കുന്ന തരത്തിലൊരു പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല എന്ന് മനസ്സിലായവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയല്ലോ അന്വേഷണത്തിൽ ഇതുവരെയുള്ള പുരോഗതിയെല്ലാം ഷിംജിതയ്ക്കെതിരാണല്ലോ, അല്ലേ? എന്നതായിരുന്നു ആ പരാതിക്ക് ആസ്പദമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സഹയാത്രിക പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷിംജിത തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ നിന്നും നീക്കം ചെയ്തു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയിരുന്നു. ആ കാര്യങ്ങൾ അവർ പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കാത്ത സാഹചര്യം. പക്ഷേ ഈ പരാതിയുടെ വിശദാംശങ്ങൾ, ആരാണ് പരാതിക്കാരി, എന്താണ് പരാതി നൽകിയത് എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് നേരിട്ടൊരു പരാതി നൽകിയപ്പോൾ നൽകാൻ കഴിയില്ല എന്നും വിവരാവകാശ രേഖ പ്രകാരം പരാതി നൽകണമെന്നും അല്ലെങ്കിൽ അപേക്ഷ നൽകണമെന്നും കുടുംബത്തോട് പോലീസ് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് കുടുംബത്തിന്റെ പരാതി. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സാക്ഷിയാണ് ഈ ബസ്സിൽ തൊട്ടടുത്ത് നിന്ന
പരാതിക്കാരി ഈ കേസിലെ പരാതിക്കാരി അല്ലെങ്കിൽ ഷിംജിയുടെ സഹയാത്രിക ഇവർക്കൊപ്പം യാത്ര ചെയ്താൽ പക്ഷേ ആ പരാതിക്കാരി ഇതുവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കാനോ പോലീസ് ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കണ്ണൂർ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഷിംജിയുടെ ദീപകിന്റെ കുടുംബം ബന്ധപ്പെട്ടപ്പോഴും എന്തുകൊണ്ട് ഈ മൊഴി എടുക്കാത്തത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല. കണ്ണൂർ പോലീസിന് നൽകിയ പരാതിയിൽ ഏതാണ്ട് തീർപ്പായിട്ടുണ്ട്. കാരണം ആ പരാതിക്കാരിയുടെ ആവശ്യം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഈ സഹയാത്രിക അല്ലെങ്കിൽ യുവതി ഉൾപ്പെടുന്നവരുടെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാണ്. അത് കഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കണ്ണൂർ പോലീസ് അറിയിച്ചതെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് തീർച്ചയായും ഈ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഈ ഷിംജിതയ്ക്കും ദീപക്കിനും ഒപ്പം യാത്ര ചെയ്ത സഹയാത്രികയുടെ കൂടെ മൊഴിയെടുക്കേണ്ടതാണ്. ആ മൊഴിയാണ് ഒരുപക്ഷെ ഏറ്റവും അധികം നിർണായകമായി മാറുന്നത്. കാരണം ഏറ്റവും അടുത്ത് ഈ യാത്രക്കാരിയായി ഉണ്ടായിരുന്നത് ഈ യുവതിയാണ് താനും. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസ് അജ്ഞത പാലിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന് തങ്ങൾക്ക് വ്യക്തമായി അറിയില്ല എന്നും അവർ പറയുന്നു. എന്തായാലും ഇന്ന് സഹോദരൻ എത്തി ഈ അമ്മയുടെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. അനന്തര നടപടിക്രമങ്ങൾ അനുകൂലമായ രീതിയിൽ വളരെ പെട്ടെന്ന് കൈക്കൊള്ളാമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയെന്നാണ് സഹോദരൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. എന്തായാലും നാളെയാണ് ഇനി ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഷിംജിതയ്ക്ക് ജാമ്യം ലഭിക്കോ ഇല്ല എന്ന കാര്യത്തിൽ നാളെ ഒരു വ്യക്തത ഉണ്ടാവും. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദീപകിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പരാതി പറഞ്ഞത് ഞങ്ങളുടെ ഇത് മരിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കൊരു കടലാസ് കിട്ടിയ വിവരം ഞാൻ നിങ്ങളോടൊക്കെ അറിയിച്ചിരുന്നു. ഇന്ന് വരെ പോലീസ് ആ കുട്ടീനെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോയിട്ട് ഞാൻ ഇന്നലെ കമ്മീഷൻ ഓഫീസിൽ അതെ കണ്ണൂർ കമ്മീഷൻ ഓഫീസിൽ പോയി കണ്ണൂർ കമ്മീഷണർ കണ്ടതിന് ശേഷം സാറ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ്. അപ്പോൾ അവരെല്ലാം അതിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെടുത്ത് പോയിട്ട് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ നേരെ ഇവിടുത്തെ കമ്മീഷണർക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ പരാതി കൊടുത്ത്. അതായത് ആ സ്ത്രീയാണ് കാര്യമായിട്ടുള്ള ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയാണ്. ആ കുട്ടീൻ്റെ മൊഴിയാണ് പോലീസ് എടുക്കേണ്ടത്. ഇതുവരെ പോയിട്ട് പോലീസ് എടുത്തിട്ടില്ല. ആവശ്യം ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നമുക്ക് കാണാനോ ഒന്നിനും നമുക്ക് താല്പര്യമില്ല. ആ കുട്ടീൻ്റെ മൊഴി എടുത്തിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റും കൂടെ കൊടുത്തേക്കണേ. 17/1 ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതുണ്ട്. ആ കംപ്ലൈൻറ്റിന് പോലീസ് വിരാശം ഞങ്ങൾക്ക് തന്നിക്കണേ. ബാക്കിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഞങ്ങൾക്ക് തരാൻ പറ്റൂല അവർക്ക്. അത് ഇവിടുന്ന് പോലീസ് പോയി അന്വേഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് അതിനെന്ത് വേണമെങ്കിലും അവിടുത്തെ കമ്മീഷണർ പറഞ്ഞത് എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്ത് കൊടുത്തോളാന്നാണ് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.